എന്റെ ബലമായ സംശയം ഉണ്ണിയെയും കരുണയും അമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാ. അതുകൊണ്ട് നമ്മളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത് കണക്കിലെടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ കണ്ണേട്ടന്റെ അച്ഛൻ മരിച്ച ശേഷം അരയ്ക്ക് താഴോട്ട് തളർന്ന കണ്ണേട്ടനെ വാമദേവനോടൊപ്പം നിന്ന് മരുന്ന് മാറ്റിത്തന്ന അമ്മയാ കണ്ണേട്ടന്റെ രണ്ടാനമ്മ. എന്റെ ഉള്ളിലും അമ്മയുടെ സിമ്പതിയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് അല്പം അകലം കാണിക്കുന്നത് നല്ലതാ. ആ, അമ്മ കൊണ്ടുവന്ന ചന്ദനത്തില് പൊള്ളലൊന്നുമില്ലല്ലോ, ലേഖ പറയുന്ന പോലെ? ഹേ ഇല്ല, നല്ല തണുപ്പുണ്ട് നെറ്റിയില്. എല്ലാം ഒരുക്കി വെക്കുക. മരുമോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി ആയിരിക്കില്ല ഒന്നും ഒരുക്കുന്നത്. സാരമില്ല, ഭാഗ്യമുണ്ടെങ്കിൽ ഇന്നത്തോടെ ഇത്തരം കാഴ്ചകളൊന്നും കാണേണ്ടി വരില്ല. എന്തോ അടി ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? അല്ല, ഞാൻ അടുക്കളയിലേക്ക് വന്നാലും സഹായിക്കണ്ടെന്നല്ലേ അമ്മ പറയുന്നത്. പിന്നെ എന്തിനാ നീ വരുന്നത്? അത് അമ്മ എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കി പഠിക്കാലോ. ഓ ഓ, നോക്കി പഠിക്കുന്നതൊക്കെ കൊള്ളാം. അതിനിടയ്ക്ക് ഈ ഉണ്ടാക്കി വെക്കുന്നതിനകത്തുനിന്ന് ഒന്നും എടുത്തു കളയരുത്. ഇതൊക്കെ എന്റെ കണ്ണമ്മോൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണമാ. കൂട്ടത്തിൽ നിനക്ക് ഉണ്ണിക്ക് ഉള്ളതുകൊണ്ട് അത് നീ അവന് വിളമ്പി കൊടുക്കണം. ഞാനിനി അതുപോലും ചെയ്യില്ല. നിന്നെ അവൻ വിളിച്ചോണ്ട് വന്നതുകൊണ്ട് എനിക്ക് അവനോട് അത്രയ്ക്ക് ദേഷ്യമാ. അമ്മയുടെ പേരക്കുട്ടി എന്റെ വയറ്റിലില്ലേ അമ്മ? ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലേ അതിന്റെ ഗതിയാ ഞാനിപ്പോ ആലോചിക്കുന്നത്. നിന്റെ ഉണ്ണിയുടെ സ്വഭാവം ഇതൊക്കെയാണെങ്കിൽ ആ കുഞ്ഞിന്റെ ഭാവി എന്താവൂടി? അത് നിന്നെ പോലൊരു പെൺകുഞ്ഞാണെങ്കിലേ പിന്നെ പറയുകയും വേണ്ട. ആൺകുഞ്ഞായിരിക്കുന്ന മുത്തശ്ശി പറയുന്ന. ഓ, അവര് പറഞ്ഞാ പിന്നെ അതുപോലെ തന്നെ സംഭവിക്കും. അത്രയ്ക്കും സത്യമുള്ള നാവ അവരുടേത്. ഡി, പോയി അപ്പുറത്തെങ്ങാനും പോയിരിക്കാൻ നോക്ക്. വെറുതെ എന്നെ ചൊടിപ്പിക്കാൻ നിൽക്കാതെ. ഉണ്ണിയെ നിന്നെയൊക്കെ സ്നേഹിച്ച സമയത്ത് ആ കണ്ണന്റെ ലക്ഷ്മിയുടെ ഒപ്പം നിന്നാ മതിയായിരുന്നു. രണ്ടാളും മനുഷ്യപ്പറ്റുള്ള കൂട്ടത്തിലാ. ഇനിയിപ്പോ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ അവരെ സ്നേഹിക്കുന്നത്. നാളെ എന്റെ മുടിയൊക്കെ നരയ്ക്കുമ്പോ ഞാൻ വാർദ്ധക്യത്തിൽ കിടന്ന് നരകിക്കാതിരിക്കാനാ. അമ്മയ്ക്കിപ്പൊ നല്ല മാറ്റമുണ്ട്. അമ്മ കണ്ണേട്ടനെയും ലക്ഷ്മിയെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് അവർക്കൊക്കെ നല്ല സംശയമുണ്ട്. ആയിക്കോട്ടെ, അവരുടെ സംശയം മാറ്റാൻ വേണ്ടിയിട്ടല്ല ഞാൻ അവരെ സ്നേഹിക്കുന്നത്. എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടിയാ. ഞാൻ അതല്ല അമ്മേ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ എനിക്കുണ്ട് നല്ല മാറ്റം. പക്ഷെ അതാരും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലൊരു അച്ഛനും മുത്തശ്ശിയുവാ നിനക്കുള്ളത്. എടീ, ലക്ഷ്മി നിന്നെ ഭരിക്കുന്ന വീട്ടില് ലക്ഷ്മിയെ ഒഴിവാക്കാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയാവുന്ന പോലെ എല്ലാവർക്കും അറിയാം. പിന്നെ നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. ഇനി ഈ വീട്ടിനകത്ത് ലക്ഷ്മി കുഞ്ഞുമായിട്ട് വരുമ്പോ അവൾക്കും കുഞ്ഞിനും സുഖത്തോടെയും സന്തോഷത്തോടെയും കഴിയാൻ പറ്റണം. അതിന് നീ തടസ്സമായിട്ടെങ്ങാനും നിന്നാ ദേ നിന്നെ ചൂലെടുത്ത് ഞാൻ ഓടിക്കും. എന്താടി, ദേഷ്യം വരുന്നുണ്ടോ? എന്നെ എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല അമ്മ. എന്നാ പിന്നെ പോവാൻ നോക്ക്. നീ പോടി.
ഇന്നത്തോടെ ഈ അഹങ്കാരത്തിനൊരു അവസാനം ഉണ്ടാവണം. ഇത് മിക്കവാറും അയാളുടെ ഈ വീട്ടിലെ അവസാനത്തെ ദിവസമായിരിക്കും. അമ്മ വിളിക്കുന്ന പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അത് വെറും തോന്നലല്ല മോനെ, നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് തന്നെയാ. എന്താ അമ്മേ? അല്ല, വിഷം ചീറ്റിക്കൊണ്ട് കണ്ണന്റെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ആരൊക്കെ അടുക്കുന്നത് പോലൊരു തോന്നൽ, എന്തോ ആപത്ത് മുന്നിൽ കാണുന്നത് പോലെ. അങ്ങനെ എന്തെങ്കിലും അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അവരുടെ അടുത്തേക്ക് പോണോ? തൽക്കാലം വേണ്ട മോനെ. അല്ല, കണ്ണൻ സാറിന്റെ രണ്ടാനമ്മയൊക്കെ സ്നേഹം കാണിക്കുന്നുണ്ട് ഇപ്പോൾ. അതിൽ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടെന്നറിയില്ല. അവരുടെ സ്നേഹത്തിന് വലിയ കുഴപ്പമില്ലെന്നാ എനിക്ക് തോന്നുന്നേ. അവര് ശരിക്കും മാറിയിട്ടുണ്ട്. പക്ഷേ ബാക്കി ആ വീടിനകത്തുള്ളവര് പ്രശ്നം തന്നെയാ. കണ്ണമ്മോന്റെ അനിയനും അവന്റെ ഭാര്യയും ഒക്കെ. കണ്ണൻ സാറിന്റെ അനിയനെ പലതവണ ഞാൻ താക്കീത് ചെയ്തതാ. ഇനി അവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അവന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. എന്തായാലും മോനിവിടെ ഇരിക്കെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് നീ പോയാ മതി. ശരി അമ്മേ. മഹാലക്ഷ്മിയുടെ കുഞ്ഞിന് ആപത്തൊന്നുമില്ലല്ലോ? എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇന്ന് രാത്രിയോടെ പ്രതീക്ഷിക്കാത്തത് എന്തോ സംഭവിക്കും എന്ന കാര്യം ഉറപ്പാ. ഞാനിപ്പോ വിളിക്കാനായിട്ട് തുടങ്ങായിരുന്നു. എനിക്ക് തോന്നി, അതാ ഞാൻ വിളിച്ചത്. ആ, എന്റെ മോളെന്ത് പറയുന്നു? മോള് നല്ല മിടുക്കിയായിട്ട് എന്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. വീഡിയോ കോളിൽ വരുന്നോ? അയ്യോ വേണ്ട വേണ്ട, ഞാനേ അത് രാവിലെ തന്നെ അങ്ങ് എത്തിക്കോളാം. വീഡിയോ കോൾ ചെയ്തിട്ട് മൊബൈലിന്റെ റേഡിയേഷൻ അധികം ഏക്കണ്ട. അതെ, ഉണ്ണിയുടെ അമ്മയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഹേയ്, ഒരു കുഴപ്പമില്ല. അമ്മേനി
ഉണ്ണിയുടെ അമ്മ എന്ന് വിളിക്കേണ്ട കാര്യമില്ല. എന്റെ അമ്മയെന്ന് തന്നെ വിളിച്ചോ. ഇപ്പോഴത്തെ മാറ്റം അഭിനയമാണെന്ന് തോന്നുന്നില്ല. എങ്കിലും 100% ഒന്നും വിശ്വസിക്കണ്ട. അത് വേണ്ട. എപ്പോഴാ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്നാ പിന്നെ മോൾക്കൊപ്പം അമ്മ ഉറങ്ങിക്കോ. ഞാൻ ആദ്യം രാവിലെ തന്നെ വിളിച്ചോളാം. ശരി കണ്ണേട്ടാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല. അയാളൊരു കണക്കിന് രാത്രി തന്നെ വന്നത് നന്നായി. പകല് വന്നാലും അങ്ങനെ AC ഇടുന്ന ശീലം അയാൾക്കില്ല, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ. പക്ഷേ രാത്രിയിൽ അയാളൊരു 2-3 മണിക്കൂർ AC സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ അയാൾക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കിടന്നാൽ ഉടനെ ഉറങ്ങും. അതായത് AC ഇട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ അയാൾ ഉറങ്ങും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞേ ആ വിഷവാതകം മൂക്കിലേക്ക് തുളച്ചു കയറും. അതിനുശേഷമായിരിക്കും ശ്വാസം മുട്ടലുണ്ടായിട്ട് അയാൾ ഉണരാൻ പോകുന്നത്. കാലിന് സ്വാധീനമില്ലല്ലോ, അതുകൊണ്ടിരുന്ന് നിരങ്ങാനല്ലേ പറ്റൂ. അങ്ങനെ ഇരുന്ന് നിരങ്ങി ബെഡിന്ന് വീഴുന്ന അവൻ അവിടെ കിടന്ന് തന്നെ അന്ത്യയാത്രയാവും. ഉണ്ണിയേട്ടനൊരു കാര്യം മനസ്സിലാക്കണം. മഹാലക്ഷ്മിയും കണ്ണനും ഒക്കെ ദൈവത്തിന്റെ മണ്ണാൻ കട്ട. ഒരു ദൈവത്തെ പോലും എനിക്ക് വിശ്വാസമില്ല. ഒരു ഭാഗത്തേക്ക് മാത്രം ചായുന്ന ദൈവത്തെ എന്തിനാ നമ്മൾ ഭയക്കുന്നത്, പരിഗണിക്കുന്നത്? ലക്ഷ്മി കൊണ്ടുവന്ന് പൂജാമുറിയിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിന് ശക്തിയുണ്ടെന്ന് ഉണ്ണിയേട്ടന്റെ അമ്മ പോലും സമ്മതിച്ചു കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞാ അയാളുടെ അസ്ഥി കടലിൽ ഒഴുക്കിയതിനു ശേഷം പിന്നെ കടലിൽ ഒഴുക്കാൻ പോകുന്നത് ആ വിഗ്രഹം. അന്നൊരിക്കല് നമ്മളത് പുഴയിൽ എറിഞ്ഞതല്ലേ ഉണ്ണിയേട്ടാ, എന്നിട്ടും തിരിച്ചു വന്നില്ലേ? അതൊന്നും ഓർത്തിട്ട് ഞാൻ എന്റെ പ്ലാൻ മാറ്റാൻ പോകുന്നില്ല. കേവലം ഒരു വിഗ്രഹത്തിന് അങ്ങനെ നീന്തി കയറി വരാൻ കഴിവുണ്ടെങ്കിൽ വരട്ടെ. എന്നാലും കണ്ണന് പിന്നാലെ നിന്റെ ചേച്ചി സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ആ വിഗ്രഹവും ഞാൻ ഒഴുക്കിവിടും. അതങ്ങ് ഒഴുകിപ്പോട്ടെ. എന്നിട്ട് ഏതെങ്കിലും കരയിൽ പോയി അടിയട്ടെ. അവിടെ മത്സ്യത്തൊഴിലാളികൾക്കോ മറ്റുള്ളവർക്കോ കിട്ടുന്ന വിഗ്രഹം അവര് കൊണ്ടുപോയി ആരാധിക്കട്ടെ. അങ്ങനെ ഇവിടെ ഒരുപാട് അമ്പലങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഉണ്ണിയേട്ടാ, എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. കുഞ്ഞുണ്ടെങ്കിലേ സമയാസമയത്ത് നീ ഉറങ്ങണം. നിന്റെ ആരോഗ്യം നീ നോക്കണം. അതുകൊണ്ട് നീ ഉറങ്ങാൻ നോക്ക്. ഞാൻ ആത്മവിശ്വാസത്തോടെ എന്തെങ്കിലും ചെയ്യുമ്പോ അവളെ തന്നെ തകർക്കാൻ നോക്കുന്നു. ഇപ്പോ മഴയുള്ള സമയം. ചില സമയത്ത് നല്ല ഇടിമിന്നലും ഉണ്ടായ KCB-ക്കാർ ഫ്യൂസ് ഊരിക്കളയും. അങ്ങനെ കറണ്ട് പോയാ പെട്ടത് തന്നെ. ഇൻവെർട്ടറിലാണെങ്കിൽ ചില സമയത്ത് AC വർക്ക് ചെയ്യില്ല. ഇന്ന് ഉണ്ണിയേട്ടൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നാളെ ചിലപ്പോ രാവിലെ ആ മുറിയിൽ തൂക്കാനും തുടയ്ക്കാനും ചെല്ലുന്ന അമ്മ അവിടുത്തെ AC ഇട്ടെന്ന് വരും. അതുകൊണ്ട് നിനക്ക് ദൈവങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുക. എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ എന്ന്.
നിനക്ക് പോകാൻ സമയമായില്ല മോനെ. നിന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ആവശ്യം വരും. ആ എന്നാ പിന്നെ ഞാനിവിടെ ഇരിക്കാം. അങ്ങനെയാണ് മനക്കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നത്. നീ തിരിച്ചു പോകുന്ന വഴിയിൽ ചിലപ്പോ നിന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം വന്നേക്കാം. അതുകൊണ്ട് കുറച്ചു സമയം കൂടെ മോനിവിടെ കാത്തിരിക്കും. പ്രാർത്ഥിച്ചപ്പോ എന്റെ മനസ്സിനുള്ളിൽ എന്തോ ഒരു ഭയം വന്ന് നിറയുന്നത് പോലെ. അതുകൊണ്ടാ ധ്യാനത്തിൽ തന്നെ ഇരുന്നത്. എന്നിട്ട് മനസ്സിനകത്ത് ഒരു തണുപ്പുണ്ടാകുന്നില്ല. എന്നുവെച്ചാ ആപത്ത് അങ്ങനെ തന്നെ നിൽക്കുവാണെന്നർത്ഥം. ഉണ്ണി, 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 അതിലോർക്ക് ഡോറിൽ ആരോ മുട്ടുന്നുണ്ടോ ഉണ്ണിയേട്ടാ? മിണ്ടാതെ അടങ്ങിക്കിടക്ക്. വാതില് തുറക്ക് ഉണ്ണി. ഉണ്ണി, ഉണ്ണി, അത് തുറക്ക് ഉണ്ണി, അത് തുറക്ക് ഉണ്ണി. ഉണ്ണി, ഉണ്ണി, അയ്യോ കണ്ണാ, എന്താ പറ്റി മോനെ? കണ്ണാ, എന്താ എന്റെ കുഞ്ഞിനെ പറ്റിയേ? അയ്യോ ഉണ്ണി, ഉണ്ണി, എടാ ഉണ്ണി, കതവ് തുറക്കാൻ. ഉണ്ണി, എടാ കതവ് തുറക്ക്. എടാ വാതിൽ തുറക്കാൻ. എടാ കണ്ണിന് വയ്യ. ഉണ്ണിയേട്ടാ, അമ്മ വിളിക്കുന്നു. ഉണ്ണി,
അയ്യോ മോനെ മോനെ കണ്ണാ എടാ എന്ത് പറ്റിയടാ മോനെ അയ്യോ കണ്ണാ മോനെ മോനെ എന്താടാ മോനെ കണ്ണന് തീരെ വയ്യ എത്രയും പെട്ടെന്ന് ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എടാ ഒന്ന് വേഗം ഓടടാ ഇയാൾ എഴുന്നേറ്റ് വീൽ ചെയറിൽ കയറില്ലെന്നാണല്ലോ പറഞ്ഞേ പിന്നെ എങ്ങനെ കയറിയത് എടാ ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്ക് നീ എന്തുവാടാ ഉണ്ണി ആലോചിക്കുന്നേ അല്ല അയ്യോ അതെ ഞാൻ ഈ വേഷം ഒന്ന് മാറിയിട്ട് വരാം ഈ സമയത്താണോ വേഷം മാറുന്നത് ഈ വേഷമൊക്കെ മതി പെട്ടെന്ന് ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം നീ വാ പിടിക്ക് അയ്യോ മോനെ എടാ വേഗം പെട്ടെന്ന് പോ മോനെ അയ്യോ കണ്ണ ഒന്നുമില്ലടാ സൂക്ഷിച്ച് മോനെ അതൊക്കെ അയ്യോ കണ്ണ എടാ ഒന്ന് വേഗം വാ വരയല്ലേ കൊണ്ടുവാ വേഗം 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 കേറ്റ് മോനെ അയ്യോ മോനെ കണ്ണാ അയ്യോ മോനെ അയ്യോ കണ്ണാ മോനെ എന്ത് പറ്റിയടാ കണ്ണാ അയ്യോ ഒന്നുമില്ലടാ മോനെ ഉണ്ണി ഉണ്ണി എടാ ഒന്ന് വേഗം അയ്യോ കണ്ണാ മോനെ കണ്ണാ അയ്യോ മോനെ എടാ ഒന്ന് പെട്ടെന്ന് വാടാ നീ എന്തെടുക്കുവാ ഇവിടെ അലമേ മോനെ നമുക്ക് കണ്ണനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം വേഗം എടുത്ത് വെക്ക് എടാ വേഗം ആവട്ടെ അയ്യോ മാറ് ഉണ്ണി മോനെ ഞാനും കൂടെ വരാം വേണ്ട ഇവളോട് തനിച്ചല്ലേ ഉള്ളൂ ഞാൻ കൊണ്ടുപോയിട്ട് വരാം അമ്മ ഇവിടെ നിൽക്കേ വേഗം ചെല്ല് ശോ. എടാ, വണ്ടി എടുത്തോണ്ട് വേഗം പോ വാ വാ പോ ദൈവമേ അയ്യോ എന്റെ കുഞ്ഞിന് എന്താ പറ്റിയതെന്ന് അറിയില്ലല്ലോ ഉണ്ണേട്ടൻ കൊണ്ടുപോയല്ലോ ഇനിയിപ്പൊ പേടിക്കാനൊന്നുമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ കണ്ടില്ലേ അവൻ മരണവിപ്രാളം കാണിക്കുകയായിരുന്നു ഇനി നീ രാത്രിയിൽ അവന് കൊടുത്ത ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർത്തിയായിരുന്നോ അതിന് ഞാൻ അടുക്കളയിലോട്ടൊന്നും വന്നില്ലല്ലോ അമ്മ അമ്മ തന്നെയല്ലേ എല്ലാം കണ്ണേട്ടൻ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാലും എനിക്ക് നിന്നെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല കണ്ണേട്ടന് ശ്വാസം മുട്ടല അല്ലാതെ വയറിന് കംപ്ലൈന്റ് ഒന്നും അല്ല എന്താന്ന് ആർക്കറിയാം ഭഗവാനെ എന്റെ കൊച്ചിനൊന്നും വരുത്തല്ലേ
ഉണ്ണി, വേഗം പോ. എത്രയും വേഗം ഹോസ്പിറ്റലിലെത്തിക്ക്. എന്താ പറ്റിയേ? എടാ, കാറെന്തോ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നേ. ഉണ്ണി, ഹോസ്പിറ്റലിലെത്തിക്ക്. വേഗം. ഉണ്ണി, ഉണ്ണി, മരിക്കടോ. മരിച്ചിട്ട് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാം, പോസ്റ്റ്മോർട്ടത്തിന്. ഉണ്ണി, ഉണ്ണി, വാ. ഉണ്ണി, 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 അയ്യടാ. ഉണ്ണി, കാറെടുക്കടാ. ഇയാൾ എന്നു മുതലാ നടന്നു തുടങ്ങിയത്? ഉണ്ണി, ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഉണ്ണി, ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടോ. ഉണ്ണി, നടന്നിട്ട് വീൽ ചെയറിലിരുന്ന പ്ലീസറാ. ഞങ്ങളുടെയൊക്കെ കണ്ണുമുടി കെട്ടായിരുന്നില്ലേ താൻ? ഉണ്ണി, താൻ മരിക്കടോ. ഉണ്ണി, ഉണ്ണി, രക്ഷിക്കണേ. സാറിന് പേടാ. രക്ഷിക്കണേ. സാറേ, 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 എനിക്ക് എനിക്ക് സാറേ, സാറേ എനിക്ക് എനിക്ക് സാറേ, ലോപ്പസേ, സാറിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. സാറേ, കാണാ സാറേ. ലോപ്പസേ, നീ വേഗം വണ്ടി എടുക്ക.
എന്താടാ പറ്റിയത്? കൊല്ലാൻ കൊണ്ടുവന്നോടാ നീ സാറിനെ? അത് എന്താണെന്നറിയില്ല, ഏട്ടനൊരു ശ്വാസം മുട്ടലുണ്ടായി. ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി പാഞ്ഞു വരുമായിരുന്നു. അതിനിടയിലാ കാറ് കേടായത്. എന്നിട്ട് കാറിന് കേടില്ലല്ലോ. ബൈക്കിന്റെ വെളിച്ചത്ത് ഞാൻ കണ്ടതാണല്ലോ നീ സാറിനെ പിടിച്ച് തള്ളുന്നത്. സത്യം പറയടാ, എന്താ സംഭവിച്ചത്? അത് എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ല അല്ലേ? നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയോ? അറിയാം. ബൈക്കിന്റെ താക്കോൽ അതിൽ തന്നെ ഉണ്ട്. ചെന്ന് വണ്ടി എടുക്ക്. അല്ല, അത് പാടാ ഇങ്ങോട്ട്. വണ്ടി കയറ്, സ്റ്റാർട്ടാക്കടാ. ആ, ഇനി വിട്ടോ. എങ്ങോട്ട്? അതൊക്കെ ഞാൻ പറയാം. അവിടേക്ക് നീ വിട്ടാ മതി. അതിനിടയ്ക്ക് എന്തെങ്കിലും തരികിട പരിപാടി നീ കാണിച്ച നിന്നെ ഉടലോടെ മുകളിലോട്ട് പറഞ്ഞു വിടും ഞാൻ. നേരെ നോക്കി വണ്ടി ഓടിക്കടാ. എടുക്കാൻ. നല്ല ശ്രദ്ധ വേണം. ശരി ഡോക്ടർ. എന്തായി ഡോക്ടറെ? വിഷവാതവാ ഉള്ളി പോയിരിക്കുന്നത്. ഏതായാലും 2-3 മണിക്കൂർ ഒബ്സർവേഷൻ ഇരിക്കട്ടെ. കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടറെ? കുറച്ചും കൂടി വൈകിരുന്നെങ്കിൽ കുഴപ്പമായനെ. ഇപ്പോൾ ഏതായാലും ആശ്വാസത്തിന് വകയുണ്ടെന്നാ തോന്നുന്നത്. ശരി. ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്ന ഏട്ടനെ നീ വീണ്ടും ഇതുപോലെയല്ലടാ തള്ളിയിട്ടത്. എങ്ങനെയാണ് കണ്ണൻ സാറിന് ശ്വാസം കിട്ടാതായതെന്ന് നീ പറയണം. അതിനു മുമ്പ് ലോപ്പസിനൊപ്പം പോയ കണ്ണൻ സാറിന് എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് ഞാനിങ്ങ് വരും. സാറിന് പ്രതീക്ഷിക്കാത്തതായി എന്തെങ്കിലും സംഭവിച്ച ഈ രാത്രി നിന്റെ അവസാന രാത്രിയായിരിക്കും നീ കൂട്ടിക്കും. മാർക്കോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാണ് കണ്ണന്റെ ശ്വാസം മുട്ടലുണ്ടായെന്ന് എനിക്ക് അറിയില്ല. നിനക്കറിയാം എല്ലാം. അത് നീ പറഞ്ഞേ പറ്റൂ. കണ്ടല്ലോടാ നിന്റെ ഏട്ടൻ നടക്കുന്നത്. അങ്ങനെ കണ്ണൻ സാറ് നടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറേയായി. ഇനി അതറിയാൻ നീ ഉൾപ്പെടെ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ അറിയാനുള്ളവരൊക്കെ അറിഞ്ഞതുകൊണ്ട് കണ്ണൻ സാർ ആരോഗ്യത്തോടെ തിരിച്ചു വന്ന അദ്ദേഹത്തിന് എല്ലാവരുടെ മുന്നിലൂടെ ധൈര്യമായിട്ട് നടക്കാം. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഈ വീൽ ചെയറിന്റെ സഹായം തേടുന്നതെന്ന് പലതവണ ഞാൻ കണ്ണൻ സാറിനോട് ചോദിച്ചതാ. അപ്പോഴാ സാറ് പറഞ്ഞത് കണ്ണൻ സാറ് നടക്കുന്നത് മരിക്കുന്നതിന് തുല്യമാണ് നിനക്ക് നിന്റെ ഭാര്യയ്ക്കൊന്ന്. നിന്റെ അമ്മ മാറിയെന്നൊക്കെയാ പറയുന്നത്. എന്നിട്ട് നീ മാറിയില്ല. അച്ഛനെ കൊന്ന കൊലയാളിയുടെ മകളെ നീ കൂട്ടിക്കൊണ്ടുവന്നു. അവളോട് നീ ക്ഷമിച്ചു. എന്നിട്ടും നിന്നെയും നിന്റെ കുടുംബത്തെയും ഇത്രയും കാലം തീറ്റിപ്പോറ്റിയ നിന്റെ ചേട്ടനെ നീ തിരിച്ചറിഞ്ഞില്ല. അതിനെന്തായാലും നിനക്കുള്ളത് ഞാൻ തരും. അതിനു മുമ്പ് എനിക്കെന്റെ ജീവനായ കണ്ണൻ സാറിന് എന്തെങ്കിലും പറ്റിയോന്ന് എനിക്കറിയണം. അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല. മഹാലക്ഷ്മിക്കും കണ്ണൻ സാറിനും അവരുടെ കുഞ്ഞിനും
ദൈവത്തിന്റെ ഒരു കരുതലുണ്ട്, സംരക്ഷണമുണ്ട്. ഇത്രയും നാളത്തെ അനുഭവം അതുതന്നെയാ തെളിയിക്കുന്നത്. എങ്കിലും ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് നിന്നെ ഇവിടെ ഒരു കസേരയിൽ ഞാൻ കെട്ടിയിട്ടോളാം. അയ്യോ, നീ നിലവിളിക്കാതിരിക്കാൻ നിന്റെ വാക്കകത്ത് ഞാൻ തുണിയും കുത്തിക്കയറ്റിക്കോളാം. മാർക്കോ, രണ്ടാനമ്മയുടെ മക്കളാണ് നീയും കണ്ണൻ സാറുമെങ്കിലും അച്ഛൻ ഒന്നാടാ എന്ന് പറഞ്ഞ നീയും ആ പാവപ്പെട്ട മനുഷ്യന് തമ്മിൽ രക്തബന്ധമുണ്ട്. എന്നിട്ടും സ്വന്തം കൂടപ്പറപ്പിനെയാ നീ പലതവണ കൊല്ലാൻ നോക്കിയത്. സാറിന്റെ സ്വന്തം അനിയൻ സാറിന്റെ തലയെടുക്കാൻ വേണ്ടി നടക്കുമ്പോ എന്നെ അദ്ദേഹം സ്വന്തം കൂടപ്പറപ്പായടാ കണ്ടത്. ആരോരുമില്ലാത്ത എനിക്ക് കണ്ണൻ സാർ എന്റെ സ്വന്തം ഏട്ടനാ, മഹാലക്ഷ്മി എന്റെ സ്വന്തം പെങ്ങളാ. അങ്ങനെയുള്ളപ്പോ അവർക്കെന്തെങ്കിലും ആപത്തുണ്ടായ അതിന് കാരണക്കാരായവരെ ചുടുചോറ് തീറ്റിക്കും ഞാൻ. ചുടുകാട്ടി കൊണ്ടുപോയി കത്തിച്ചു കളയും ഞാൻ. ഇന്ന് നിന്റെ ഭാവി തീരുമാനിക്കുന്നത് നിന്റെ ഏട്ടനാ. നീ മരിക്കണോ ജീവിക്കണോ എന്നും തീരുമാനിക്കുന്നത് കണ്ണൻ സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അതിനനുസരിച്ചായിരിക്കും. നീ കരുതിയിരുന്നോടാ. നിന്റെ ഏട്ടൻ മരിക്കാൻ വേണ്ടിട്ടല്ലേ നീ ഇന്ന് പ്രാർത്ഥിച്ചത്? അതേ നാവ് കൊണ്ടും മനസ്സുകൊണ്ടും നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്ക്. നിന്റെ ഏട്ടൻ മരിക്കരുതെന്ന്. നീ ആയുസോടെ ഇരിക്കാൻ അതല്ലാതെ മറ്റു മാർഗമില്ലടാ. മാർക്കോ, വിട്. വെള്ളം വെക്കരുത് മാർക്കോ, പ്ലീസ്. ബലം പിടിക്കരുത്. ബലം മാർക്കോ, പിടിച്ച് വേണ്ട. നിന്റെ കൈ കെട്ടുകയല്ല, നിന്റെ രണ്ട് കൈ ഞാൻ കണ്ടിച്ചു കളയും. മര്യാദ മാർക്കോ, പ്ലീസ്, ഞാൻ പറയുന്നത്. മിണ്ടാതിരിക്കടാ അവിടെ. പോടാ. എന്താടാ? ഭാഗ്യത്തിന് അപകടനില തരണം ചെയ്തെന്നാ ഡോക്ടർ പറഞ്ഞത്. വിഷവാതകം നല്ലതുപോലെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. കണ്ണൻ സാറിനെ കൊല്ലാൻ വേണ്ടിട്ട് പുതിയ തന്ത്രങ്ങളാണല്ലോ മെനഞ്ഞത്. അതെ. അങ്ങനെയാണെങ്കിൽ വിഷവാതകം വന്ന വഴി എവിടെ നിന്നാണെന്ന് അറിഞ്ഞേ പറ്റൂ. അവൻ അവിടെ തന്നെ ഇല്ലേ? ഉണ്ട്. അല്ല, മാർക്കോ അവനോടൊന്നും ചോദിച്ചില്ലേ? ഇല്ല, അവനെ ഞാൻ കസേരയിൽ കെട്ടിയിട്ടിരിക്കുക. ഇനി അവിടെ ചെന്നിട്ട് വേണം എല്ലാം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ. അവന്റെ മൊബൈൽ ഞാനിങ്ങ് മേടിച്ചിട്ടുണ്ട്. നടന്നതെല്ലാം അതേപടി അവന് വെളിപ്പെടുത്തേണ്ടി വരും. കണ്ണൻ സാറിന് ലക്ഷ്മി ചേച്ചിക്കും മാന്യമായിട്ട് ജീവിക്കണമെങ്കിൽ ഇവനെയൊക്കെ കൊന്നൊടുക്കിയേ പറ്റുള്ളൂ മാർക്കോ. എന്തായാലും സാറ് നടക്കുന്നത് അവൻ കണ്ടു കഴിഞ്ഞു. കാണട്ടെ, എന്തിനാ അവനൊക്കെ കാണാതിരിക്കുന്നേ? സത്യത്തിൽ ലക്ഷ്മി ചേച്ചി ഇപ്പൊ അനന്തു സാറിന്റെ വീട്ടിലല്ലേ? അവിടെ തന്നെ കണ്ണൻ സാറ് നിൽക്കുന്നതായിരുന്നു നല്ലത്. എടാ, നിൽക്കാനാണെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട് ലോപ്പസേ. ഇവിടുത്തെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാ കണ്ണൻ സാറിന്റെ. എത്രയോ വീടുകളും വില്ലകളും ഒക്കെ വെറുതെ കിടക്കുക. അല്ല, നമുക്ക് ഒരെണ്ണം തരാമെന്ന് സാറ് പറഞ്ഞല്ലേ? പിന്നെ കണ്ണൻ സാറിന്റെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരുന്ന തറവാടല്ലേ, അതിനോട് എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് സാറിന്. അതിന് സാറിനെ കുറ്റം പറയാൻ പറ്റില്ല. കണ്ണൻ സാറിന്റെ സ്വന്തം വീട്ടില് സാറ് തന്നെയല്ലേ താമസിക്കേണ്ടത്. ഇറക്കി വിടേണ്ടത് ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിലുള്ളവനെയും അതുപോലെ തന്നെ അവന്റെ ഭാര്യയൊക്കെയാ. അവന്റെ അമ്മ മാറിയെന്നാണല്ലോ പറയുന്നത്. അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ലോപ്പസേ. എന്തായാലും ആ അമ്മയ്ക്കും അവന്റെ ഭാര്യയ്ക്കും നല്ലൊരു കാഴ്ച കൊടുക്കണം. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച. ശ്ശേ.
ഈശ്വടാ, വിളിച്ചിട്ട് ഈ ഉണ്ണി എടുക്കുന്നില്ലല്ലോ. അനന്തുവിനെ വിളിച്ച കാര്യം പറയാന്ന് വെച്ചാ അത് പിന്നെ ലക്ഷ്മി അറിയും. ഈ രാത്രി ഇനി അവളൊന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. ഉണ്ണേട്ടനിപ്പം ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. കണ്ണൻ അവന്റെ കൂടെ പോയതാ എന്റെ പേടി. എന്നാ ഞാനിവിടെ ചെല്ലാന്ന് പറഞ്ഞിട്ട് അതൊട്ട് കേട്ടതുമില്ല. ഉണ്ണേട്ടൻ പെട്ടെന്ന് തന്നെ കണ്ണേട്ടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കാണും. എന്നെന്താ ഇത്ര ഉറപ്പ്? ദേ, സ്വന്തം കൂടപ്പുറപ്പിനോടെ കാലണയുടെ പോലും സ്നേഹമില്ലാത്തവനാ നിന്റെ ഭർത്താവ്. അല്ല, പെട്ടെന്ന് കണ്ണൻ എന്തുകൊണ്ടാ ശ്വാസം മുട്ടലുണ്ടായതെന്ന് അറിയത്തില്ലല്ലോ.